സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന പ്രോട്ടീനാണ്. ഞാൻ എൻ്റെ പ്രോട്ടീൻ മാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ എനർജി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പ്രോട്ടീൻ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യം അരിയാഹാരത്തിൽ തുടങ്ങാം. 1 കപ്പ് ചോറിൽ ഏതാണ്ട് 4.5 ഗ്രാം പ്രോട്ടീനാണ് ഉണ്ടാവുക. വലിയ കുത്തിരിയാണെങ്കിൽ അതൊരു 5 ഗ്രാം വരെ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത നമ്മുടെ സാധാരണ ആഹാരമായ പുട്ടിൽ എത്രയുണ്ടെന്ന് നോക്കാം. ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ ഒരു സെർവിങ്ങിൽ ഒരു 5 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ സാധാരണ ഭക്ഷണമാണ് ഇഡ്ഡലി ആൻഡ് ദോശ. ഈ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും, എന്നാലും മാക്സിമം ഒരു 3.5 തൊട്ട് 4 ഗ്രാം വരെ പ്രോട്ടീനാണ് ഒരു ദോശയ്ക്കല്ലേ ഒരു ഇഡ്ഡലിയിൽ കിട്ടുക. ഇനി നല്ലതുപോലെ ഉഴുന്ന് ചേർത്തിട്ടാണെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അറിയാമല്ലോ, ഇടിയപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് 1.5 ഗ്രാം പ്രോട്ടീന് നമുക്ക് ഒരു പീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു കോമൺ ഭക്ഷണമാണ് ചപ്പാത്തി ആണെങ്കിൽ നമുക്കൊരു 3.5 ഗ്രാം വരെ പ്രോട്ടീൻ പ്രതീക്ഷിക്കാം. മലയാളിയുടെ ഇഷ്ടഭക്ഷണമായ കപ്പയിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാമിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഏതാണ്ട് കഷ്ടിച്ച് 1 ഗ്രാം മാത്രമാണ് അതിൽ പ്രോട്ടീൻ ഉണ്ടാവുക. കപ്പ പോലെ ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങിൽ ഒരു 100 ഗ്രാമിന് ഏതാണ്ട് ഒരു 1.9 ഗ്രാം പ്രോട്ടീൻ ലഭിക്കും. പിന്നെ നമ്മളെല്ലാവരും തടി വെക്കാൻ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഏത്തക്കായാലും ഒരു 1.1 ഗ്രാം പ്രോട്ടീന് ഒരു മീഡിയം സൈസിൻ്റെ ഏത്തക്കായിൽ ലഭിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ സ്നാക്കുകളൊന്ന് നോക്കാം. ഒരു ഉഴുന്നുവടയിൽ ഏതാണ്ട് 3 ഗ്രാം ലഭിക്കും. പക്ഷേ ഉഴുന്നുവട എനിക്ക് ഭയങ്കര സംശയമാണ്, കാരണം മിക്കവാറും മൈദവടയാണ് ഉഴുന്നുവടയെന്നും പറഞ്ഞ് ഇവിടെ എല്ലായിടത്തും ലഭിക്കുന്നത്. പരിപ്പുവടയിൽ ഏതാണ്ട് 3 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കും. പക്ഷേ ഇത് രണ്ടും ഓർക്കുക, ഇത് രണ്ടും ട്രാൻസ്ഫാറ്റ് കണ്ടൻറ്റ്, എണ്ണയിലിട്ടിങ്ങനെ വറുത്ത് ട്രാൻസ്ഫാറ്റ് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു സ്നാക്കാണെന്ന് ഓർക്കുക.